മല കയറി മുരുകനെ തൊഴാം. തല മുണ്ടനം വഴിപാട് നടത്താം. കേരള പഴനിക്ക് ഇനിയുമുണ്ട് പ്രത്യേകതകൾ ഏറെ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലൊന്നാണ് പഴനി ദണ്ഡായുധപാണി കോവിൽ എന്ന് തമിഴർ വിളിക്കുന്ന പഴനി മുരുകൻ ക്ഷേത്രം. ദണ്ഡ് അഥവാ ശൂലായുധപാണിയായ മുരുകനാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ. തമിഴർക്കെന്ന പോലെ മലയാളികൾക്കും ഏറെ ഇഷ്ടമുള്ള ക്ഷേത്രമാണ് പഴനി. ക്ഷേത്ര ദർശനം നടത്തി ദോഷദുഃഖ പരിഹാരാർത്ഥം വഴിപാടായി പഴനിമലയുടെ പടികളെല്ലാം കയറിയുള്ള കാവടിയാട്ടവും തലമുണ്ടനവും നടത്തിയാണ് ഭക്തർ തിരികെ എത്താറ്. പഴനിയിലേതുപോലെ സമുദ്രനിരപ്പിൽ നിന്നും ഏറെ ഉയരത്തിൽ മലമുകളിൽ സ്ഥിതി ചെയ്യുന്നതും തലമുണ്ടനം വഴിപാടുള്ളതുമായ ഒരു ക്ഷേത്രം കേരളത്തിലുമുണ്ട്. തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരം ബാലരാമപുരത്തു നിന്നും കാട്ടാക്കടയ്ക്കുള്ള വഴിയിൽ എരുത്താവൂർ എന്ന സ്ഥലത്താണ് എരുത്താവൂർ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. കേരളത്തിലെ പഴനി എന്നൊരു പേരും ഈ ക്ഷേത്രത്തിനുണ്ട്. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയും വഴിപാടിലെ സാമ്യതയുമാണ് ഈ പേര് വരാൻ കാരണം. സുബ്രഹ്മണ്യൻ്റെ ബാലരൂപത്തിലെ പൂർണ്ണകായ പ്രതിമയാണ് ഇവിടെ പ്രതിഷ്ഠ. കേരളത്തിലെ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണിത്. സമുദ്രനിരപ്പിൽ നിന്ന് 200 മീറ്റർ ഉയരത്തിൽ 420-ലധികം പടികൾ കയറി വേണം ക്ഷേത്രത്തിലെത്താൻ. എരുത്താവൂർ കുന്നിനു മുകളിലെ ക്ഷേത്രത്തിലെത്താൻ മറ്റൊരു വഴിയുമുണ്ട്. ബാലരാമപുരത്തു നിന്നും കാട്ടാക്കട റോഡിൽ കേവലം 5 മിനിറ്റ് മാത്രം യാത്ര ചെയ്താൽ ക്ഷേത്രത്തിലെത്താം. ദുഃഖശമനം വരുത്തുന്ന ദീർഘായുസ്സും ആരോഗ്യവും ഐശ്വര്യവും നൽകുന്ന ദേവനാണ് ബാലസുബ്രഹ്മണ്യ സ്വാമി എന്ന് ഭക്തർ വിശ്വസിക്കുന്നു. വെള്ളി ഞായർ ദിവസങ്ങളിലും ഷഷ്ഠി സ്കന്ദഷഷ്ഠി ദിവസങ്ങളിലും ധാരാളം ഭക്തർ ഇവിടെ എത്തുന്നു. അന്നദാനം പ്രധാന വഴിപാടാണ്. പ്രസാദമായി അപ്പവും വാങ്ങാം. പുലർച്ചെ 5:30 നട തുറക്കുക. 11:30 നട അടയ്ക്കും. വൈകുന്നേരം 5 മുതൽ 7:30 വരെയാണ് ദർശന സമയം. വെള്ളിയാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1:30 വരെ ദർശനമാകാം. രാവിലെ 7:30 മുതൽ 10:30 വരെ തല മുണ്ടനം ചെയ്യുന്ന വഴിപാട് ഇവിടെ നടക്കും. രാവിലെ നവഗ്രഹങ്ങൾക്ക് പൂജയും വൈകിട്ട് പാർവതി ദേവിക്ക് പൂജയും പതിവുണ്ട്. മകരമാസത്തിലെ തൈപ്പൂയം നാളിൽ 10 ദിവസം നീളുന്ന ഉത്സവം കൊടിയേറും. തൈപ്പൂയ കാവടി ഈ സമയം പതിവുണ്ട്. ആയില്യ നാളുകളിൽ ആയില്യ പൂജയുമുണ്ട്.